അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിലെ തിരഞ്ഞെടുപ്പിലെ അന്തിമ മത്സരാർത്ഥികളെ ഉടനറിയാം. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള പത്രിക ബാബുരാജും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള പത്രിക നവ്യ നായരും പിൻവലിച്ചു. ജഗദീഷ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതോടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനും ദേവനും അനൂപ് ചന്ദ്രനും ജെയിം ചേർത്തലയുമാണ് ഉണ്ടാവുക. റിയ ബേബി ചേരുന്നുണ്ട്. റിയ ബേബി, ഏറ്റവും ഒടുവിലായി പലരും പിൻവലിക്കപ്പെടുകയും സ്വയം ഒക്കെ തന്നെ തിരുത്തുകയും ഒക്കെ ചെയ്യുകയാണ്. ഇനി ഒരു അന്തിമ ചിത്രത്തിലേക്ക് എത്തുമ്പോൾ എത്ര പേര് പ്രതീക്ഷിക്കാം? അതെപ്പോൾ നമുക്കറിയാനും കഴിയും? പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കടുത്ത മത്സരം നടക്കുന്നുണ്ട്. പ്രതീക്ഷിച്ചെടുത്താണ് ജഗദീഷിന്റെ വക ആദ്യം ഒരു ടെസ്റ്റ് ഉണ്ടായത്. ജഗദീഷ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നില്ല എന്ന് തീരുമാനം അറിയിക്കുകയും ഇന്ന് പത്രിക പിൻവലിക്കുകയും ചെയ്തിരിക്കുന്നു. അതിന് പിന്നാലെ ആരോപണ വിധേയർ മത്സരിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ അംഗങ്ങൾ അനുകൂലിച്ചും പ്രതികൂലിച്ചും രംഗത്ത് വന്നു. ഇപ്പോഴത്തെ ബാബുരാജ് തന്നെ ഫേസ്ബുക്കിലൂടെ അക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകുന്നുണ്ട്. വിഴുപ്പലക്കാനില്ല, പത്രിക പിൻവലിക്കുന്നു, സംഘടനയുടെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നു എന്നതാണ് ബാബുരാജ് ഔദ്യോഗികമായി തന്നെ അറിയിച്ചത്. നേരത്തെ അടുത്ത സുഹൃത്തുക്കളെ ഇക്കാര്യം അറിയിച്ചിരുന്നു. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്കുമായിരുന്നു ബാബുരാജ് മത്സരിക്കാൻ പത്രിക നൽകിയത്. അതുകൊണ്ട് ബാബുരാജൻ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്, മത്സരിക്കാനില്ല. അതായത് ഈ സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അംഗങ്ങളുടെ ആവശ്യപ്രകാരമാണ് മത്സര രംഗത്തേക്ക് വന്നത്. പക്ഷെ അതിന്റെ ഭാഗമായി തനിക്കെതിരെ വന്നത് കേസുകളാണ് എന്നതാണ് ബാബുരാജ് അതിനായി ഒരു വിശദീകരണം നൽകുന്നത്. സംഘടനയ്ക്ക് നന്മയുണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബാബുരാജ് പോസ്റ്റ് അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആരോപണ വിധേയർ മത്സരിക്കുന്ന സാഹചര്യത്തെ വിമർശിച്ചു വന്നവർ ഇപ്പോൾ ബാബുരാജ് ആ മത്സരത്തിൽ നിന്ന് പിന്മാറുന്ന ഒരു കാഴ്ച ഏറ്റവും ഒടുവിൽ കാണാൻ കഴിയുന്നുണ്ട്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനും അതോടൊപ്പം തന്നെ ദേവനും നേർക്കുനേർ മത്സര രംഗത്തേക്ക് വരുന്നൊരു ചിത്രമാണ് ഇപ്പോൾ തെളിയുന്നത്. അനൂപ് ചന്ദ്രനും അതോടൊപ്പം തന്നെ ജയൻ ചേർത്തലയും പത്രിക നൽകിയിരുന്നു. പക്ഷേ ജയൻ ചേർത്തല പിൻവലിച്ചേക്കുമെന്നാണ് സൂചന ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ കടുത്ത മത്സരം വരാൻ പോകുന്നത് ശ്വേതയും അതോടൊപ്പം തന്നെ ദേവനും തമ്മിലായിരിക്കും. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് കുക്കു പരമേശ്വരൻ, രവീന്ദ്രൻ അടക്കമുള്ളവരാണ് ഇനി മത്സര രംഗത്തുള്ളത്. അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിന് പത്രിക നൽകിയ നവ്യ നായരും അത് പിൻവലിക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ പത്രിക നൽകിയവരിൽ പലരും പിൻവാങ്ങുന്ന ഒരു സാഹചര്യം കൂടി ഈ തെരഞ്ഞെടുപ്പിൽ കാണണം. ഏറ്റവും അധികം ആളുകൾ പത്രിക സമർപ്പിച്ച തെരഞ്ഞെടുപ്പാണ്. പക്ഷേ സമാനമായി ആരോപണങ്ങൾ ഉയർന്നു വന്നു. ഇപ്പോൾ ഇതാ പത്രികകൾ നിരവധി പേർ പിൻവലിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നു. 3 മണി വരെയാണ് പത്രിക പിൻവലിക്കാനുള്ള സമയം. അതിനുശേഷം പരിശോധന നടത്തി ഒരു 4 മണിയോടുകൂടി ആരൊക്കെ ഏതൊക്കെ സ്ഥാനങ്ങളിലേക്ക് മത്സര രംഗത്തുണ്ട് എന്നതിന്റെ ഒരു ചിത്രം തെളിയും.